ഷഫിയ, നസീമ, സെറ്റീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ പൊളിയല്ലേ വന്നടി മക്കളെ. ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകട കിട്ടാനോ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്ത് ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. കാലം എത്ര മാറിയാലും വെളിവ് വരാത്ത ചില ടീം, അതുപോലൊരു ടീമിനെയാണ് ഇപ്പൊ കണ്ടത്. മതപണ്ഡിതന, പേര് ഇബ്രാഹിം സഖാഫി. ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. അത് ശരിയാണ്. ഭർത്താവ് മരിച്ച ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലണം, അല്ലാതെ ഇങ്ങനെ മഞ്ഞ് വാരി കളിക്കാൻ പാടില്ല. അങ്ങനെ കളിച്ചാൽ ഞങ്ങൾക്ക് ഹാലിളകും. അത് കൊള്ളാം കേട്ടാ. ഇങ്ങനെയുള്ളവരെ നമ്മൾ പണ്ഡിതർ എന്ന് വിളിക്കാമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങൾ പറയൂ പ്രേക്ഷകർ, ഇവരെയാണോ നമ്മൾ പണ്ഡിതർ എന്ന് വിളിക്കേണ്ടത്? പുള്ളിക്ക് ഈ 55 വയസ്സുള്ള നബീസുമ്മ അങ്ങ് കുളു മണാലിയിലേക്ക് പോയതും അവിടെ മഞ്ഞ് വാരി കളിച്ചു തോന്നുന്നു. അത്ര പിടിച്ചിട്ടില്ല. ചൊറിച്ചിലോടെ ചൊറിച്ചിൽ, ദേഹമൊക്കെ അങ്ങ് ആഞ്ഞ് ചൊറിഞ്ഞു കുറഞ്ഞു കുരു പൊട്ടി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാകെ നാണക്കേടാണ്, നാറ്റ കേസാണ്. അല്ല, ഭാര്യമാര് മരിച്ചാൽ ഈ ഭർത്താക്കന്മാര് ഏതെങ്കിലും ഇരുട്ട് മുറിയിൽ കയറി ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കുവോ? അല്ല, പറിച്ചത് കേട്ടാ സത്യം കേട്ടാ ചിലപ്പോ അങ്ങനെ ചെയ്ത് കളയും. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഉമ്മയാണ്. 55 വയസ്സാണ് പ്രായം. 3 മക്കളുണ്ട്. 3 മക്കളെയും കഷ്ടപ്പെട്ട് വളർത്തി നല്ല നിലയ്ക്ക് എത്തിച്ചു. മക്കൾക്കും ഈ ഉമ്മ ടൂറ് പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് മാത്രമല്ല, ഈ മക്കൾ തന്നെയാണ് കുളു മണാലിയിലേക്ക് ഉമ്മയെ ടൂർ കൊണ്ടുപോയത്. ഉമ്മയുടെ സന്തോഷം അവരും ആഘോഷമാക്കി എന്നുള്ളതാണ്. ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഏതാണ് മൂടെന്ന്. അപ്പൊ ഉമ്മ പറയുന്നുണ്ട് പൊളി മൂടെന്ന്. എന്നിട്ട് ഈ മഞ്ഞൊക്കെ വാരി കളിക്കുകയാണ് ഉമ്മ. ടിവിയിൽ മാത്രം കണ്ട് പരിചയമുള്ള ഈ മഞ്ഞ് മലയൊക്കെ അടുത്ത് കണ്ട് അത് അനുഭവിച്ചപ്പോ ഉമ്മ അത് ആഘോഷമാക്കി. ആ വീഡിയോ കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകും. ആരെയും പ്രചോദിപ്പിക്കുന്നതാണ് ഈ വീഡിയോ. ഈ ഉമ്മ ആ വീഡിയോ പറയുന്നുണ്ട് നാട്ടിലുള്ള സുഹൃത്തുക്കളോടൊക്കെ, നിങ്ങളൊക്കെ ഇനി ഏത് പ്രായത്തിലാണ് ഇങ്ങോട്ട് വരിക, നിങ്ങൾ എല്ലാവരും വന്ന് ഇതൊക്കെ കാണണം എന്നൊക്കെ ആ ഉമ്മ പറഞ്ഞ് പ്രചോദിപ്പിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു നിമിഷം ചിന്തിച്ചു പോകും, നമുക്കും പോണമല്ലോ, ഇതൊക്കെ പോയി കാണണമല്ലോ. ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ഉസ്താദിന് ഹാലിളകിയത്. നമുക്ക് പറഞ്ഞങ്ങനെ തരണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ്. വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. അല്ല ഉസ്താദേ, ഈ മക്കൾക്കോ ആ കുടുംബത്തിനോ ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ്? ആ ഉമ്മ പോയി ആഘോഷിക്കട്ടെ. നീ 55 വയസ്സിലല്ലാതെ ഇനി ഏത് പ്രായത്തിൽ പോയി ആഘോഷിക്കാനാണ്? അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കുളു മണാലി? അല്ല, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ കണ്ടു? അപ്പൊ നമുക്ക് ഏതടുപ്പിലും ആകാം, ഉമ്മമാര് പറ്റൂല. പ്രത്യേകിച്ച് വിധവകൾ പറ്റേയില്ല. അവരേതെങ്കിലും മൂലയ്ക്ക് അങ്ങിരിക്കണം. നല്ല പുരോഗമനം.